41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തിലെ എഫ്ഐആർ വിവരങ്ങൾ റിപ്പോർട്ടെന്ന്. വേദിയിലേക്ക് എത്തുന്നത് വിജയ് മനഃപൂർവ്വം വൈകിച്ചുവെന്നും നിബന്ധനകൾ പാലിക്കാതെ സ്വീകരണ പരിപാടി നടത്തിയെന്നുമാണ് എഫ്ഐആറിൽ. ആവശ്യത്തിന് വെള്ളമോ മെഡിക്കൽ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും എഫ്ഐആറിൽ പറയുന്നു. അതേസമയം കരൂർ ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെ ടി.വി.കെ സത്യവാങ്മൂലം നൽകി. കരൂർ സന്ദർശിക്കാൻ അനുമതി നൽകാത്തതിനെതിരെ വിജയും കോടതിയെ സമീപിച്ചു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ അലി കരിമ്പ, കരൂരിൽ ഉണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. അതിന്മേൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ എഫ്ഐആറിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെ സംഭവിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ടി.വി.കെയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടുള്ള എഫ്ഐആർ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അവിടെ ടി.വി.കെയുടെ നേതാക്കൾ, ആ സമയത്തുണ്ടായിരുന്ന നേതാക്കൾക്കടക്കം കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അത് പാലിക്കാതിരുന്നതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. ഒന്നാമത്തേതായി ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതര കാര്യമായി പറയുന്നത്, ആ വേദിയിലേക്ക് എത്തേണ്ട സമയത്തിന് എത്താമായിരുന്നിട്ട് പോലും മനഃപൂർവ്വം 4 മണിക്കൂറോളം ടി.വി.കെ ലീഡർ കൂടിയായിട്ടുള്ള വിജയ് ആ വേദിയിലേക്ക് എത്തുന്നതിന് സമയം വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോ പരമാവധി ആളുകളെ അവിടെ എത്തിക്കുന്ന ലക്ഷ്യത്തോടുകൂടി വിജയ് അത്രയും സമയം മനഃപൂർവ്വം വൈകിപ്പിച്ചു. അതിന് കാരണം സംഘാടകരാണ് എന്നുള്ളതാണ്. ഈ കരൂരിൽ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകരാണ് 4 മണിക്കൂറോളം വിജയെ വൈകി എത്തിപ്പിക്കുന്നതിന് കാരണമായത്. ഇത്രയും വൈകിയതോടുകൂടി തന്നെ കൂടുതൽ ആളുകൾ തടിച്ചുകൂടാൻ വഴിയൊരുക്കിയെന്നും അതാണ് തിക്കും തിരക്കിന് സാഹചര്യം ഒരുക്കിയതെന്നുമാണ് എഫ്ഐആർ റിപ്പോർട്ടിൽ പറയുന്നത്. പലതവണ പോലീസ് സംഘാടകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തിനേറെ അവിടെ കുറേ ആളുകൾ മരങ്ങളിലും അതുപോലെ തന്നെ ചെറിയ തകർഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ഷെഡുകൾക്ക് മുകളിലും വരെ കയറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലടക്കം അവിടുത്തെ സംഘാടകർക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ അവരെ താഴെ ഇറക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ഈ മരങ്ങളിൽ കയറി നിന്നിരുന്ന ആളുകളും അതുപോലെ തന്നെ തകർച്ചെട്ടുകൾക്ക് മുകളിൽ കയറി നിന്ന ആളുകളും താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിലേക്ക് വീണതാണ് ആദ്യഘട്ടത്തിൽ അപകടത്തിന് സാഹചര്യം ഒരുക്കിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. അങ്ങനെ താഴെ വീണവർക്ക് പിന്നീട് എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് തന്നെ അബോധാവസ്ഥയിലായ 11ഓളം പേർ മരിച്ചുവെന്നും പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. സുജിയ, 10,000 പേർക്ക് മാത്രം അനുമതി നൽകിയെടുത്ത് 25,000 പേർ പങ്കെടുത്തു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. കരൂരിൽ നിന്നാണ് അഷ്കർ അലി കരിമ്പ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ടി.വി.കെ ഇപ്പോഴും പറയുന്നത്.